5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പുകളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ വീണ്ടും ഒരുപാട് കീഴ്മേൽ മറിച്ചിലുകളാണ് നടക്കുന്നത്. രാഷ്ട്രീയ സമവാക്യങ്ങൾ ഒന്നാകെ മാറി മറിയുന്ന സ്ഥിതിയാണ്. ഞാൻ ഇന്നലെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സർവേ ടീം, അതായത് സർവേ ടീം എന്ന് പറയുമ്പോൾ വളരെ ശാസ്ത്രീയമായി പോയി സർവേ ഫോമൊന്നും കൊണ്ടുപോയി അങ്ങനെ ഒരു സംവിധാനം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഞങ്ങളായിട്ടില്ല ഞങ്ങളുടെ ചാനൽ. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്കുള്ള ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ വെച്ച് അവിടുത്തെ 7 പഞ്ചായത്തുകളിലും അത് നിലമ്പൂർ നഗരസഭയിലും നടത്തിയ ഒരു ഓട്ടപ്രദർശനം നടത്തി കിട്ടിയ ചില വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അതിൽ പ്രധാനമായും ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും BJPക്കാരും എല്ലാ ആളുകളുമായി നടത്തിയ ചില സംഭാഷണങ്ങളും അതിൽ നിന്ന് കിട്ടിയ ചില നിഗമനങ്ങളുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ 10 ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ 10 ഘടകങ്ങൾ വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും 20,000-നും 25,000-നും ഇടയ്ക്ക് വോട്ടിന് ആര്യാടൻ മുഹമ്മദ് ജയിക്കുവാനാണ് ഇന്നത്തെ നിലയിൽ കാണുന്നത്. അതിനേക്കാൾ ഭൂരിപക്ഷം വരും. എന്നാലും ഞാനൊരു റേഞ്ച് പറഞ്ഞു എന്നുള്ളത്. എന്താണ് ഈ 10 ഘടകങ്ങൾ? ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻകംബൻസ്, അതായത് ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽപ്പുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ ആക്ഷേപം അവിടെ ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും സർക്കാരിൻ്റെ ജനസഭയിൽ കൊടുത്തിട്ടുള്ള പരാതികളൊന്നും പരിഹരിക്കാതെ പോയ വിഷയങ്ങൾ, അതുപോലെ തന്നെ ദൂർത്ത്, അതുപോലെ ശമ്പളം, ഒരുപാട് വിഷയങ്ങൾ, ഭരണവിരുദ്ധ വികാരം അവിടെ വളരെ ഗൗരവമായി കിടപ്പുണ്ട്. രണ്ടാമതായി കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അവിടെ അൻവറിനെ CPM കൈകാര്യം ചെയ്ത രീതി. അൻവറിനെ പോലെയുള്ള ഒരു നേതാവിനെ CPM ഇങ്ങനെ കൈകാര്യം ചെയ്തതിൽ, മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ട് മുഖ്യമന്ത്രി വേറെ പലരെയും സംരക്ഷിക്കാൻ വേണ്ടി അൻവറിനെ ഇങ്ങനെ കൈകാര്യം ചെയ്തതിൽ വലിയ പ്രതിഷേധം അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്നാൽ അത് അൻവറിന് അനുകൂലമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അൻവറിന് അനുകൂലമാകുന്നതിനേക്കാൾ ഷൗക്കത്തിന് വരും. ഞാൻ മറ്റ് ഘടകങ്ങൾ കൂടി പറയുമ്പോൾ അത് ശരിയാകും. മൂന്നാമതായി അവിടെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയൊരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. അത് വലിയ തോതിൽ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ വലിയ പ്രതിഷേധത്തിലാണ്. UDF ഏറ്റെടുത്ത സമരമൊക്കെ ഏറ്റിട്ടുണ്ട്. നാലാമതായി കാണുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആശാ പ്രവർത്തകർ അവിടെ വന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അവർ സംസ്ഥാന അടിസ്ഥാനത്തിൽ ആശാ സമരത്തിന് കിട്ടുന്ന വലിയൊരു ഇന്ന് പ്രത്യേകിച്ച് ആശാ സമരത്തിൻ്റെ സംസ്ഥാന മഹാറാലിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വാർത്തകളും വീഡിയോകളും ഒക്കെ സ്വാഭാവികമായിട്ട് അവിടെ ചലിക്കും. അത് വലിയ വാർത്ത ഉണ്ടാക്കും. അഞ്ചാമതായി സംഭവിക്കുന്നതാണ് ദേശീയപാതയുമായി ബന്ധപ്പെടുത്തിയിട്ട് സംഭവിക്കുന്ന അഴിമതിയെ വളരെ ഗൗരവമായി അവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആറാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനുള്ള ഒരു അപ്പർ ഹാൻഡ് തന്നെയാണ്. കാരണം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അപ്പോൾ നല്ല മനോഹരമായ ഒരുപാട് പരിപാടികൾ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആക്കുമ്പോൾ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ആ നിലയിൽ പിന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ ഫാമിലിയിൽ പെട്ടുന്ന ആളാണ്. അങ്ങനെ വലിയൊരു അപ്പർ ഹാൻഡ് ആര്യാടൻ മുഹമ്മദിന് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഴാമതായി വരുന്നൊരു പ്രധാന ഘടകം CPM നേതാക്കളുടെ ഇടയിൽ ഒരു VS ഗ്രൂപ്പുകാരുടെ ഇടയിൽ സ്വരാജിനെ തോൽപ്പിക്കണം. കാര്യം VSന് നേരെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഇപ്പോൾ വീണ്ടും തർക്കങ്ങളുണ്ട്. സ്വരാജ് നിഷേധിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ പാർട്ടി ഘടകങ്ങളൊക്കെ എന്തായാലും അത് ജനങ്ങളുടെ ഇടയിൽ CPMനകത്തുള്ള അച്യുതാനന്ദൻ വിഭാഗക്കാരുടെ ഗ്രൂപ്പുകാരുടെ അണികളിൽ ഒരു വിഭാഗത്തിൻ്റെ മനസ്സിൽ ഇതിടുപ്പുണ്ട്. അപ്പോൾ സ്വരാജിനൊരു പണി കൊടുക്കണം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ എട്ടാമതായി അവിടെ കറങ്ങുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വന്നിരിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ DAയുടെ മരവിപ്പിച്ചതും അവരുടെ ശമ്പള പരിഷ്കരണം വരാത്ത കാര്യങ്ങളും വളരെ ഗൗരവമായി അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 9ാമത് വന്നിരിക്കുന്നത് വിലക്കയറ്റം, അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് വസ്തുക്കൾ വരാത്ത അങ്ങനെ ഒരുപാട് കാര്യം പറയാം. പക്ഷേ നാട്ടിലെ അതിരൂക്ഷമായ വിലക്കയറ്റവും അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അത് സ്വരാജിനെതിരെ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ 10ാമതെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ 10 അല്ല, ഒരു 10-15 ഘടകം എടുക്കാം. എന്നാൽ കൺസോളിഡേറ്റഡ് 10ാമത് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ UDFൻ്റെയും ശക്തമായ സാന്നിധ്യം, പ്രത്യേകിച്ച് VD സതീശൻ്റെ നേതൃത്വം. VD സതീശൻ കൈകൊടുത്ത 3 തെരഞ്ഞെടുപ്പിനും, അത് പിന്നെ തൃക്കാക്കരയായാലും പുതുപ്പള്ളി ആയാലും അതുപോലെ തന്നെ പാലക്കാടായാലും വലിയ ഭൂരിപക്ഷത്തിലാണ് എടുത്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് ലീഗിൻ്റെ ഒരു നേതൃത്വം, PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വം, ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായും 10ഓളം ഘടകങ്ങൾ വളരെ പ്രധാനമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് വർക്കൗട്ട് ചെയ്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ 20,000-നും 25,000-നും ഇടയ്ക്ക് വോട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കയറും. മാത്രമല്ല ഇനി അടുത്ത UDF ഗവൺമെൻറ് വരികയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് കൂടി പോകാൻ സാധ്യതയെന്നുള്ള പ്രചരണവും അവിടെ അണിയറകളിൽ കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് 20,000-നും 25,000-നും വോട്ടിനിടയിൽ ജയിച്ചു കയറുവാനാണ് എല്ലാ സാധ്യതയും ഇന്നിപ്പോൾ നിലമ്പൂർ കാണുന്നത്.